ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ നാം ഒന്ന് കാണുകയാണ്. ഒരു പ്രതിസന്ധി, ഒരു തകർച്ച നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അവിടുന്ന് കണ്ടിട്ടുണ്ട്. ദൈവം അനുവദിക്കാതെ ഒരു പ്രശ്നവും നമ്മെ തേടി വരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു പ്രതിസന്ധിയെ നാം കാണുന്നുണ്ട്. അതെന്താണ്? സ്നാപക യോഹന്നാന്റെ തല വെട്ടപ്പെടുന്ന ഒരു രംഗമാണത്. നമ്മുടെ കർത്താവ് ഒരു വിളിപ്പാടകലെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും കർത്താവ് ഉള്ളിൽ പറഞ്ഞു കാണും, ഇത് നടക്കട്ടെ. സ്നാപകന്റെ തല വെട്ടപ്പെടുവാൻ കർത്താവ് അനുവദിക്കുകയാണ്. ദൈവം നമുക്ക് സഹനം തരുന്നില്ല, പക്ഷേ ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിക്കും. ഈ സഹനങ്ങൾ അനുവദിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വചനം നമ്മെ ഓർമ്മിപ്പിക്കും, ഇതിലൂടെ, ഈ പ്രതിസന്ധികളിലൂടെ നമ്മൾ ദൈവത്തെ തേടുന്നതിന് വേണ്ടിയാണ്. ഈ ക്രൈസിസിൽ സ്നാപക യോഹന്നാന്റെ തല വെട്ടപ്പെട്ട ഈ അവസരത്തിൽ ഈശോയ്ക്ക് ഉള്ളിൽ ഒരുപാട് വേദന തോന്നി. ഉടനെ കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് നമുക്ക് മുമ്പിൽ ഒരു മാതൃക കാണിച്ചു തരികയാണ്. മത്തായി 14:13 പറയുന്നു, യേശു അത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി ഒരു വഞ്ചിയിൽ കയറി വിജന പ്രദേശത്തേക്ക് പോയി. ഒന്നാമതായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ, ഒരു ക്രൈസിസ് നമ്മെ സമീപിക്കുമ്പോൾ, ഈ ക്രൈസിസിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് തകർച്ചയിലും ദൈവത്തിന് എന്തോ എന്നോട് സംസാരിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു വിജന പ്രദേശത്തേക്ക് പോകണം. എന്താണ് ഈ വിജന പ്രദേശം? നമ്മുടെ അന്തരാത്മാവിലുള്ള ഒരു മാനസിക സ്വസ്ഥതയിലേക്ക്, ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പതിയെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഉയർത്തണം. ഒരു പ്രാർത്ഥനാ യജ്ഞം തന്നെ നമ്മൾ ആചരിക്കണം. നമ്മൾ ഒറ്റയ്ക്കൊന്ന് മാറിയിരുന്ന് ദൈവത്തോടൊത്ത് ആയിരിക്കണം. ഇങ്ങനെ മാറിയിരുന്നപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ജനക്കൂട്ടങ്ങൾ വരിവരിയായി വരുന്നത് നമുക്ക് കാണാം. നമുക്കും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാനോ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രതിസന്ധികൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും നമ്മുടെ അനുദിന വ്യാപാരങ്ങളിൽ നാം ഏർപ്പെടണം. വചനത്തിൽ എന്താണ് പറയുന്നത്? യേശുവിനെ അന്വേഷിച്ച് ആളുകൾ പുറകെ ചെന്നു. അമ്മമാര് തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. ചിലർ രോഗികളെ സൗഖ്യപ്പെടുത്തണേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് ചെന്നു. പലരും പല അനുഗ്രഹങ്ങൾ ചോദിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് ചെന്നു. ഈശോ എന്തു പറഞ്ഞു? വചനം പറയുകയാണ്, ഈ ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. നമുക്ക് പലപ്പോഴും ഈ അനുകമ്പ, കൂടെയുള്ളവരോട്, നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൂടെയുള്ളവരോട് ഈ അനുകമ്പ പ്രദർശിപ്പിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. സ്വാഭാവികമായി ചിലപ്പോൾ നമ്മൾ ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ ടെൻഷൻ കൂടുമ്പോൾ എല്ലാവരെയും നാം ചിലപ്പോൾ അസ്വസ്ഥതപ്പെടുത്തിയെന്ന് വന്നേക്കാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളോടാകട്ടെ, നമുക്ക് ഒരു അനുകമ്പ തോന്നുന്ന ഒരു ശൈലി ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈശോ എന്താണ് ചെയ്തത്?
ഉള്ളിൽ ഇങ്ങനെ ഒരു സങ്കടമുള്ളപ്പോഴും ഈശോയ്ക്ക് ഈ ജനക്കൂട്ടത്തോട് അലിവ് തോന്നുകയാണ്, അനുകമ്പ തോന്നുകയാണ്. നമ്മൾ സഹിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ വേദന കൊടുക്കരുത് എന്നുള്ളൊരു പാഠമാണ് ഈശോ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14-23 വാക്യത്തിൽ ഈ ജനസഞ്ചയത്തെയൊക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ജനസഞ്ചയത്തെ യേശു പിരിച്ചുവിട്ടു. എന്നിട്ട് ശിഷ്യന്മാരെ അദ്ദേഹം അവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്നാണ് വചനം പറയുന്നത്. അതിനുശേഷം ഈശോ എന്ത് ചെയ്തു? ഈശോ തനിച്ച് മലമുകളിലേക്ക് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായി പോയി. തൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്ന്, അപ്പൻ്റെ കൂടെ ഇരുന്ന് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഈശോ ശ്രമിക്കുകയാണ്. ഈ ക്രൈസിസിൽ ഈശോ ചെയ്യുന്നത് മാറിയിരുന്ന് അപ്പനോട് കൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഹനകാലങ്ങളെ പ്രാർത്ഥനാ കാലങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുകയില്ല. ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ 125 അധ്യായം 1 വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പോരുന്ന വലിയൊരു ധൈര്യം, വലിയൊരു കൃപ ഈശോ നമുക്ക് തരും. നമ്മുടെ പ്രാർത്ഥനകൾ കൂട്ടണം, ദൈവാശ്രയം കൂട്ടണം, നമ്മുടെ ഉപവാസങ്ങൾ കൂട്ടണം, നമ്മുടെ ജാഗരണങ്ങൾ കൂട്ടണം, നമ്മുടെ ദൈവ ആരാധന കൂട്ടണം. അതിനുള്ള സമയം, ഇതെല്ലാം കൂട്ടാനുള്ള സമയമാണ് നമ്മുടെ സഹന കാലഘട്ടങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസ് എല്ലാം. ഇനി വഞ്ചി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ശിഷ്യന്മാരെ ഈശോ പറഞ്ഞയച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശിഷ്യന്മാരെ പറഞ്ഞയച്ച ശേഷം ഈശോ തനിച്ച് ഏകാന്തതയിൽ മലമുകളിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ കാറ്റും കോളും മഴയും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ ഈ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി ആടി ഉലഞ്ഞ് ആകെ ഭയപ്പെട്ട് അവർ വെള്ളത്തിലാണ്. എന്നാൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോ തിരിച്ചറിയുകയാണ് തൻ്റെ ശിഷ്യന്മാർ അവർ പേടിച്ച് ഭയന്ന് നിലവിളിച്ച് ഇവർ വഞ്ചിയിൽ തുഴയുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഈശോ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് ശിഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നമ്മുടെ സഹന കാലഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമാണിത്. ദൈവം ഇതുപോലെ കർത്താവ് ശിഷ്യരുടെ അടുത്തേക്ക് ചെന്നതുപോലെ നമ്മുടെ സഹന കാലഘട്ടങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരും. പക്ഷേ ഈ ദൈവം വരുമ്പോൾ നമ്മൾ അതിനെ ചിലപ്പോൾ കാണുന്നത്, അയ്യോ ശിഷ്യന്മാർ ഈശോയെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ ഭൂതം എന്ന് പറഞ്ഞു. അയ്യോ ഭൂതം എന്ന് പറഞ്ഞു. ഈ ഭൂതം എന്താണ്? പിശാചാണ്. നമ്മളൊരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിശാചിലേക്കാണ് നോക്കുന്നത്, ദൈവത്തിങ്കിലേക്കല്ല. അങ്ങനല്ല, ദൈവത്തിങ്കിലേക്ക് നോക്കണം. കർത്താവ് ഈ പ്രതിസന്ധിയുടെ കൂടെ, ഈ സഹന കാലഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ വരും. നമ്മുടെ അടുത്തേക്ക് കർത്താവ് വരും. ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ്. കർത്താവ് തുറന്നു കൊടുത്തില്ലെങ്കിൽ പിശാച് നമ്മുടെ അടുത്തേക്ക് പിശാച് നമ്മെ സമീപിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവാണ് ഈ പ്രതിസന്ധിക്ക് അരികെ നിൽക്കുന്നത്, പിശാച് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പിശാചിലേക്ക് നോക്കാതെ കർത്താവിങ്കിലേക്ക് തിരിയാൻ നമുക്ക് പഠിക്കാം. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും വരുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് ഏറ്റുചൊല്ലേണ്ട നല്ല ഒരു വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 28 വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. പ്രതിസന്ധികളിൽ ഞെരുങ്ങരുത്. കാരണം നമ്മുടെ തകർച്ചയെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഒരു ശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് തരുന്നുണ്ട്, അനുദിനം നമുക്ക് തരുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സകല ശക്തിയും ഉപയോഗിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ ശക്തി അവിടുന്ന് നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കും.
കർത്താവിന് എല്ലാറ്റിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ കോളിളക്കങ്ങളിൽ ഒരിക്കലും വേവലാതിപ്പെടരുത്. ഈ കോളിളക്കങ്ങളിൽ ഒരിക്കലും നമ്മൾ വേവലാതിപ്പെടരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്താണ്? ആരാണ്? കർത്താവ് എപ്പോഴും സഹനങ്ങളിലൂടെ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തവനാണ്. കർത്താവ് സഹനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ നേടിത്തന്നത്. ഈ രക്ഷ നമ്മുടെയും ഭാഗധേയമാണ്. ഈ കുരിശ്, ഈ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയമാണ്. ഈ സഹനങ്ങൾ ഒരിക്കലും നമ്മെ മുക്കിക്കളയുകയില്ല. മറിച്ച് കർത്താവിൻ്റെ കൂടെ ഒരു ജേതാവിനെ പോലെ ഉയർന്നു നിന്ന് സഹനങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കണം. കർത്താവിന് മനോഹരമായ പദ്ധതികൾ, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ മനോഹരമായ പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ കൂടെ നിന്ന് ഈ സഹനശക്തി നമ്മൾ ആർജിച്ചെടുക്കണം. ഈ തകർച്ചയെ അനുഗ്രഹമാക്കാൻ പോരുന്ന ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പ്രതിസന്ധി കഴിഞ്ഞ് കർത്താവ് എല്ലാം സകലതും നമ്മുടെ നന്മയ്ക്കായി മാറ്റുമെന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ കരുണ നമ്മെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണല്ലോ സഹനത്തിൻ്റെ അവസരങ്ങൾ. ഈ തകർച്ചകളെ നമുക്ക് എപ്പോഴും സമചിത്തതയോടെ നേരിടാൻ നമ്മെ സഹായിക്കും. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനം ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ എപ്പോഴും ശാന്തമായി നേരിടാം എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.